ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈദ് ഔട്ട്ഫിറ്റിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. നമ്മൾ നേരത്തെ ഒരു പാർട്ട് 1 ചെയ്തിട്ടുണ്ട്. അത് പോയിട്ട് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത് വന്നിട്ട് ഒരു പാകിസ്ഥാനി സ്റ്റൈൽസിലൊക്കെ പെടുന്ന ചുരിദാറിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതും വെറൈറ്റി കളക്ഷൻസാണ്, പല ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കാണിക്കുന്ന ഈ ഒരു ബ്ലാക്ക് ആൻഡ് പിങ്ക് ഷെയ്ഡിലൊക്കെ വന്നിട്ടുള്ളൊരു മൾട്ടിപ്പിൾ കളറിൽ വന്നിട്ടുള്ളൊരു സെറ്റാണ്. ഇത് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. മിറർ വർക്കൊക്കെ കൊടുത്തിട്ട് നല്ല ഒരു ഡിസൈനിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഒരു പാകിസ്ഥാനി സ്റ്റൈലിൽ ടച്ചോട് കൂടിയിട്ടാണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. മൊജില എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി, പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മെറ്റീരിയൽ പറയുകയാണെങ്കിൽ ഷിഫോണാണ് വന്നിട്ടുള്ളത്. അതിൽ കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണ്, ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഇതൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. അതുപോലെ ഇതിൻ്റെ താഴെയും സ്ലീവിൻ്റെ അറ്റത്തായിട്ടൊക്കെ ഇതുപോലെ പേളിൻ്റെ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട്. മിറർ വർക്ക് ഇടയിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കട്ടാനൻ്റെ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതാ ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് വന്നിട്ട് നമ്മൾ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഒരു സ്ലിറ്റഡ് അല്ല കേട്ടോ, സൈഡ് സ്ലിറ്റഡ് അല്ല, ഓപ്പണൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാണ്. അതേപോലെ സൈഡിൽ ഇങ്ങനെ കയറിയിട്ടാണ് അപ്പ് ആൻഡ് ഡൗൺ ആ ഒരു കൺസെപ്റ്റിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഷോൾ ഇതാ ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. നല്ല പക്ക പ്രീമിയം ക്വാളിറ്റിയാണ്, നല്ല മെറ്റീരിയൽ, നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതാ ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ള തന്നെ ലൈനിങ് അറ്റാച്ചഡോട് കൂടിയിട്ടാണ് ബോട്ടം വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല പലാസോ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. പലാസോ നല്ല ലൂസ് ഫിറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് വെയർ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാൻ എടുത്തിട്ടുള്ള സൈസ് XL ആണ്. അപ്പോൾ കറക്റ്റ് സൈസ് തന്നെ ചൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്തിട്ട്, നല്ല കംഫർട്ടബിളാണ് വെയർ ചെയ്തിട്ട്. നെക്സ്റ്റ് വന്നിട്ട് ഇതാ ഈ ഒരു പർപ്പിൾ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു സെറ്റാണ്. ഇതും അതുപോലെ തന്നെ ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു പ്രിൻ്റിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ സ്റ്റോൺ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ. അതുപോലെ മറ്റേ മിററാണെങ്കിൽ ഇതിൽ സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് താഴെയായിട്ട് ഇതാ കോയിൻ പോലത്തെ ഒരു ഹാങ്ങിങ്സ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ മെറ്റീരിയൽ പക്ക അടിപൊളി മെറ്റീരിയലാണ്. മറ്റേനെക്കാട്ടും ഒന്നും കൂടെ മെറ്റീരിയൽ നല്ലത് ഇത് തന്നെയാണ്. അപ്പോൾ രണ്ടും 10 out of 10 കൊടുക്കാൻ പറ്റിയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ, ഒട്ടും മോശമല്ല. അതുപോലെ തന്നെ ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ടുള്ളത്. XL സൈസ് എടുത്തിട്ടുണ്ട്. ലൈനിങ് അറ്റാച്ചഡോട് കൂടിയിട്ടാണ് ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ്, ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നല്ല പലാസോ നല്ല ലൂസ് ഫിറ്റിലാണ് കിടക്കുന്നത്. പിന്നെ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ബിലോ 1500 താഴെയാണ് കേട്ടോ. 1500 താഴെയായിട്ടാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. പല റേറ്റുമാണ്. അത് നിങ്ങൾ പോയിട്ട് ചെക്ക് ചെയ്താൽ മതി. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് സ്റ്റൈൽ ചെയ്തുള്ള വീഡിയോ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. മറ്റേൻ്റെ അത്ര അപ്പ് ആൻഡ് ഡൗൺ അല്ലെങ്കിലും ചെറുതായിട്ടൊക്കെ ഉണ്ട്. പിന്നെ സ്ലിറ്റഡ് അല്ല, ഓപ്പൺ അല്ല, നമുക്ക് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സെറ്റ് തന്നെയാണ്. ഇതിൻ്റെയൊക്കെ ഫിറ്റിങ്സാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം ഒന്നും ചെയ്യാനില്ല, കറക്റ്റ് ഫിറ്റിലാണ് ഈ ഒരു സെറ്റുകളെല്ലാം തന്നെ വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ബർഗണ്ടി ഷെയ്ഡിൽ വന്നിട്ടുള്ളൊരു നല്ലൊരു സെറ്റാണ്. ഇതിൻ്റെ കളറാണ് ഹൈലൈറ്റ്, നല്ല അടിപൊളി കളറാണ്. അതുപോലെ തന്നെ സ്റ്റോൺ വർക്കും മിറർ വർക്കും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് മറ്റേനേക്കാളൊക്കെ വ്യത്യസ്തമായിട്ട് സ്ലിറ്റഡ് ആണ്, ഓപ്പൺ ആയിട്ടുള്ള ഒരു സെറ്റാണ്. ഇത് വന്നിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. നല്ല സ്റ്റോൺ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ മൊത്തത്തിലൊരു ചേഞ്ച് ഉണ്ട് ഇതിൽ. മറ്റേ രണ്ടും സെയിം ആണ്. അതുപോലെ തന്നെ ഇത് ഒരു എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. പിന്നെ മെറ്റീരിയൽ ഷിഫോൺ ആ ഒരു തരത്തിൽപ്പെട്ട മെറ്റീരിയൽ തന്നെയാണ്. മറ്റേൻ്റെ അത്ര തന്നെ ഒരു തിക്നെസ് ഇല്ല ഈ ഒരു മെറ്റീരിയലിന്. എന്തായാലും അടിപൊളിയാണ്. പെട്ടെന്നൊന്നും കംപ്ലൈൻ്റ് ആവുന്ന ഒരു മെറ്റീരിയലൊന്നുമല്ല. പിന്നെ ഇതാണ് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത്. ഇതും XL ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ.
ഇതും ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ ബോട്ടൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളതും പ്രിൻ്റഡിൽ സെയിം പ്രിൻ്റഡിൽ വന്നിട്ടുള്ളൊരു ദുപ്പട്ട തന്നെയാണ്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇത് സ്റ്റൈൽ ചെയ്തിട്ടുള്ള വീഡിയോ. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾ പോയിട്ട് ചെക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഇതാ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു മസ്റ്റാർഡ് യെല്ലോ ആൻഡ് ആഷ് കളർ കോമ്പിനേഷനിൽ വരുന്നിട്ടുള്ളൊരു സെറ്റാണ്. ഇത് വന്നിട്ട് ആ ഒരു നേരത്തെ കാണിച്ച പോലെ തന്നെ സെയിം ഡിസൈനാണ് വന്നിട്ടുള്ളത്. ആ ഒരു സ്ലിറ്റഡ് സൈഡിൽ സ്ലിറ്റഡ് ആയിട്ടുള്ള ഒരു സെറ്റാണിത്. ഇതുപോലെ തന്നെ ഹാങ്ങിങ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. മിറർ വർക്കും സ്റ്റോൺ വർക്ക് കട്ടാന കൊണ്ടുള്ള സ്റ്റോൺ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ എടുത്തിട്ടുള്ള സൈസ് എക്സലാണ്, അപ്പോൾ കറക്റ്റ് ഫിറ്റിലാണ് കിടക്കുന്നത്. അപ്പം ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. മസ്ലിൻ ഫാബ്രിക്കിലാണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് അങ്ങനെയാണ്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ സ്ലീവിൽ ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ. ഇതിൻ്റെ ബോട്ടം വരുന്നതൊക്കെ ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ്. ബോട്ടമൊക്കെ നല്ല ലൂസ് ഫിറ്റിലാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ ആ ഒരു ദുപ്പട്ടയും ഒക്കെ അങ്ങനെ തന്നെയാണ്. ആ ഒരു പ്രിൻ്ററിലാണ് ദുപ്പട്ടൊക്കെ വരുന്നത്. അപ്പോൾ ഇത് സ്റ്റൈൽ ചെയ്തിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പം ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണ്ടവരൊന്ന് ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ മതി. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബായ്, അസ്സലാമു അലൈക്കും.